മഞ്ജു വാര്യർക്ക് ശേഷം മലയാള സിനിമയ്ക്ക് കിട്ടിയ വരദാനമെന്ന് മീര ജാസ്മിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. മഞ്ജു വാര്യരെ പോലെ മീര ജാസ്മിനും വിവാഹശേഷം അഭിനയരംഗത്തുനിന്ന് വിടവാങ്ങുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. ഇത്തരം സംശയങ്ങൾക്കുള്ള മറുപടി നൽകുകയാണ് മീര ജാസ്മിൻ നേരെ ചൊവ്വേ രണ്ടാം ഭാഗത്തിലേക്ക്. സാധാരണ സിനിമാ താരങ്ങളോട്, നടിമാരോട് നമ്മൾ സിനിമയെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചാൽ അവർ പറയാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുക. കാരണം സിനിമയെക്കുറിച്ച് അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യാതെ പോവുകയാണ് നല്ലതെന്നുള്ള വിചാരത്തിൽ. മീര ആ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തയായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് ഈ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും സബ്ജക്റ്റ് വന്നിട്ട് അത് ഇഷ്ടപ്പെടാണ്ട് അല്ലേ, എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യണമല്ലോ. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടാണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലല്ലോ, പക്ഷേ ഇതെങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, ഒരു കാര്യം എനിക്ക് ഇഷ്ടമില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, അത് ഓപ്പണായിട്ട് ഞാൻ പറയാം. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എനിക്ക് എവറിത്തിങ് ആണ് സിനിമ. സോ അത് ഞാൻ ഇഷ്ടപ്പെടാണ്ട് ചെയ്യുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി നമ്മുടെ ഭാഷയിൽ, നമ്മുടെ മണ്ണ്, നമ്മുടെ മലയാളം, ഇവിടെ വന്നൊരു നല്ല കഥാപാത്രം ചെയ്യണം, അതെനിക്ക് ഇഷ്ടപ്പെടാണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഒരു അവസ്ഥ വന്നു ഞാൻ പറയും ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ഈ ഇഷ്ടക്കേടുണ്ടല്ലോ, അത് ഏത് അതിർത്തി വരെ പോകാം? ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയും പോലുള്ള താരങ്ങൾ പോലും അവരുടെ നല്ല ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ചിലപ്പം ഡേറ്റ് കൊടുത്തെന്ന് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ആ സംവിധായകൻ്റെ പേര് കണ്ടിട്ട് അവർ ഡേറ്റ് കൊടുത്തെന്ന് വരാം. പക്ഷേ മീര ആ കാര്യത്തിലൊക്കെ പ്രത്യേക നിഷ്കർഷയാണ് പുലർത്തുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ, ആ പ്രോജക്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കഥാപാത്രം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കൂ എന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ മുഴുവനായി കൊണ്ടു നടക്കാൻ ഒരു നടിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടത്. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇഷ്ടമില്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, ഇനിയും അങ്ങനെ സാധിക്കുള്ളൂ. പക്ഷെ അതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടോ? റിസ്ക് എടുക്കണം, കുറച്ചൊക്കെ റിസ്ക് ഇല്ലാണ്ട് എല്ലാം പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെപ്പോഴും ട്രയൽ കൊടുക്കണം, അല്ലാണ്ട് എന്ത് വിചാരിക്കും, എന്ത് പറയും. ഇപ്പൊ തന്നെ 2 വർഷമായിട്ട് മലയാളത്തിലൊരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഓഫേഴ്സ് വരാഞ്ഞിട്ടല്ല. അപ്പൊ കുറെ പേര് വിളിച്ചു പറഞ്ഞു, മീര യു ആർ നോട്ട് ഇൻ ദ ലൈംലൈറ്റിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ 2-3 പടങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് ആ ഇഷ്ടം ഇപ്പോഴും അവർ സൂക്ഷിക്കുന്നുണ്ട്. സോ എനിക്ക് ആ ഇഷ്ടം നശിപ്പിക്കാൻ താല്പര്യമില്ല. ഞാൻ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നില്ലെന്നല്ലേ ഉള്ളൂ, ഉള്ള ഇഷ്ടം എനിക്ക് നശിപ്പിക്കാൻ താല്പര്യമില്ല. അല്ലിപ്പം മീര ജാസ്മിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഒരു വിലയും കൊടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണോ പറയുന്നത്? ഡെസ്റ്റിനിയിൽ ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കും, വിധി. അല്ലെങ്കിൽ എനിക്ക് വരാനുള്ള സിനിമയല്ലത്. സോ ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്യും. പോയെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണം, വരാനാണെങ്കിൽ ഓക്കെ. അപ്പം അത് ആ സിനിമ ഞാൻ ചെയ്യാനല്ല എന്നിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ അതൊരു നല്ല റീസൺ ആയിരിക്കാം. ലേറ്റർ ഓൺ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒരു നല്ല റീസണിന് വേണ്ടിയിട്ടായിരിക്കാം ദൈവം എനിക്കത് അങ്ങനെ ചെയ്തത്. അപ്പം ഞാനത് ചെയ്യണമെങ്കിൽ അതിനൊരു നല്ല റീസൺ ആയിരിക്കാം. സോ അതിനെ 2 രീതിയിൽ ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു മിസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ മിസ് ചെയ്തു, അയ്യോ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് എനിക്കില്ല. അല്ല, ഈ പറഞ്ഞ കാരണം കൊണ്ട് ഈ 2020 അഭിനയിക്കാത്തതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? കാരണം ഈ അമ്മയുടെ സംഘടനയോടെ എല്ലാവരും കൂടി ചേർന്ന ഒരു സിനിമയിലെ മീര ജാസ്മിന്റെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടതാണ്. എനിക്ക് വിഷമമുണ്ട്. കാരണം ഒന്നാമത് ദിലീപേട്ടൻ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ദിലീപേട്ടൻ എല്ലാം സംഘടിപ്പിച്ച് ചെയ്ത ആ പ്രോജക്റ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റും. മനഃപൂർവ്വം ചെയ്യാനല്ല, പക്ഷെ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു ഞാൻ മനഃപൂർവ്വം 2020 മാറി നിൽക്കാൻ. ദിലീപേട്ടൻ ആദ്യം വിളിച്ച് ഡേറ്റ്സ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു 2007 ആണെന്ന് തോന്നുന്നു, 2007 2008 ഓർമ്മയില്ല എനിക്ക്. ഡിസംബറിൽ ആദ്യം ഡേറ്റ് ചോദിച്ചപ്പോൾ ഏതോ ഒരു കാരണത്താൽ ഡേറ്റ് നീണ്ടുപോയി. പിന്നെ എൻ്റെ അടുത്ത് ജാനുവരി ചോദിച്ചു, ഫെബ്രുവരി ചോദിച്ചു. അങ്ങനെ ദിലീപേട്ടൻ വേണമെന്ന് വെച്ചിട്ടല്ല, ഏതോ ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് എന്നോട് ചോദിച്ച ഡേറ്റ്സ് ഒരു 3-4 മന്ത്സ് നീണ്ടുപോയി. ആ സമയത്ത് കറക്റ്റ് എൻ്റെ ഒരു തെലുങ്ക് പ്രോജക്റ്റ് വന്ന് അതെന്ന് വെച്ചിട്ട് തീർക്കേണ്ട ഒരു അവസ്ഥയില്ല. അവർക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു പ്രഷറായി. അവരുടെ പ്രഷർ വരെയും ഇവിടെ ഡേറ്റ്സ് എല്ലാം കൺഫേം ആയിട്ട് എന്നെ ഇവിടെ വിളിക്കാൻ തുടങ്ങി. ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും തീരെ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പം ഞാൻ പിന്നെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ് ഇങ്ങനെ എനിക്കൊരു വേറെ പടത്തിന് പോകണം, പക്ഷെ തീരെ ഇവിടെ ഒത്തിരി ആർട്ടിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു 2020. എല്ലാം വലിയ വലിയ മേജർ സ്റ്റാർസ്, നമ്മുടെ മെഗാ സ്റ്റാർസ് എല്ലാവരും അഭിനയിച്ചതിൽ. സോ അവരെല്ലാം ഡേറ്റ് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഡേറ്റ് കിട്ടാണ്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അത് എനിക്കതിൽ വിഷമമുണ്ട്. പക്ഷെ അതിനുശേഷം കുറെ കാലത്തേക്ക് മീര ജാസ്മിനെ മലയാള സിനിമയിൽ കാണാതിരുന്നപ്പോൾ ഇതിന്റെ പേരിലാണോ എന്ന ആളുകൾ സ്വാഭാവികമായും സംശയിച്ചു പോയി. അപ്പൊ കുറെ പേര് പറഞ്ഞു എന്നെ ബാൻ ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല.
അല്ല ഇത്തരം ഈ ബാൻ ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ട് മീരയ്ക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ബാൻ ചെയ്യാനുള്ള കുറച്ച് ആളുകൾ അവിടെ പോസ്റ്റിൽ ഇരിപ്പുണ്ട്. സോ അവരുടെ ഡ്യൂട്ടിയാണ് അത് ബാൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. എനിക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. ബിക്കോസ് ഇപ്പോൾ ഒരു സംഘടന, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സോ അത് ഹാൻഡിൽ ചെയ്യുന്നവരാ അതൊക്കെ ചെയ്യേണ്ടത്, അത് ഞാനല്ല. പിന്നെ ഓരോന്നും കാണുമ്പോൾ വിഷമം വരും. സിനിമയിലെ മൊത്തത്തിലുണ്ടായിരുന്ന കൂട്ടായ്മയ്ക്ക് എവിടെയോ തകരാറ് സംഭവിച്ചതുപോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരുപക്ഷെ ഇത്തരം വിലക്കുകൾ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് മീരയ്ക്ക് പറയാൻ താല്പര്യമുണ്ടോ? പൊതുവെ യൂണിറ്റി നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. ആ യൂണിറ്റി നഷ്ടപ്പെടുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ചില ക്ലാഷസ് വരുന്നത്. പിന്നെ ഇപ്പൊ ഞാനിപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ, ഇപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പം ഞങ്ങളുടെ സംഘടനയുടെ, ഞങ്ങളുടെ ഒരു അമ്മ ആർട്ടിസ്റ്റ് അസോസിയേഷൻ, അതിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു എന്തെങ്കിലും തെറ്റുണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഡ്യൂട്ടി എനിക്കുണ്ട്. നാളെ എന്തെങ്കിലും പ്രശ്നം വരാൻ ഞാൻ ഇന്നസെന്റ് അങ്കിളിനെ വിളിച്ചു പറയാം, എൻ്റെ വിഷമം ഇങ്ങനെയാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറയേണ്ട ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്. കേട്ടിട്ടുണ്ട് എല്ലാവരും വളരെ യൂണിറ്റി ആയിരുന്നു, വളരെ ഒന്നായിട്ടായിരുന്നു നിന്നതെന്ന്. പക്ഷെ ഇപ്പൊ അത് വളരെ കുറവാണെന്നാണ് കേൾക്കുന്നത്. എനിക്കറിയത്തില്ല അന്നത്തെ സിനിമ എങ്ങനെയാണ്, പക്ഷെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഈവൻ ഈ 8 years ടൈമിൽ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പൊ തന്നെ ഗ്യാപ്പ് കൂടുന്നു, ഒരു അടുപ്പം എല്ലാവരുമായിട്ട് കുറഞ്ഞു വരുന്നു. Different people, one home. ManoramaOnline.com, your home